ഭാഗവത പാരായണം മനുഷ്യരുടെ മരണഭയത്തെ അകറ്റുമെന്ന് ഭാഗവതാചാര്യൻ വാചവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പറഞ്ഞു. കാവുമ്പായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ച് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്ര ദർശനവും ആധ്യാത്മിക ജീവിത രീതിയും പുരാണ പാരായണവും മനുഷ്യ മനസ്സിന്റെയും സമൂഹത്തിന്റെയും തമസ്സകറ്റി പ്രകാശം പരത്തും. AV സുബ്രഹ്മണ്യൻ നമ്പൂതിരി യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് MV നാരായണൻ അധ്യക്ഷത വഹിച്ചു. മേൽശാന്തി വട്ടക്കുന്നില്ലത്ത് വിഷ്ണു നമ്പൂതിരി, ഭരണസമിതി സെക്രട്ടറി VK പുരുഷോത്തമൻ, പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ TP സഹദേവൻ, KP ജനാർദ്ദനൻ നമ്പ്യാർ, രാധാമണി ഗോപാലകൃഷ്ണൻ, രജനി, മധു തുടങ്ങിയവർ സംസാരിച്ചു. സപ്താഹ യജ്ഞം 30-ന് സമാപിക്കും. ഭഗവതിയുടെ കോവിലിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി കുറ്റിയെടുക്കൽ കർമ്മവും നടന്നിട്ടുണ്ട്. 2019 മുതൽ നമ്മൾ നവീകരണ സപ്താഹ യജ്ഞങ്ങൾ നമ്മൾ വിവിധ വർഷങ്ങളിൽ ഇവിടെ നടത്തുകയുണ്ടായി. പ്രശസ്തവും പൗരാണികവുമായ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ നവീകരണം നമ്മുടെ തന്ത്രി കുടയൂർ ഇടവലത്ത് കുടയൂർ മേക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണത്തിലാണ് പുനരുദ്ധാരണ പ്രവൃത്തിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ കൂടാതെ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, യജ്ഞാചാര്യൻ സുബ്രഹ്മണ്യ വാചവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അദ്ദേഹം അധ്യാപകനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 2 വർഷം ഇവിടെ സപ്താഹ യജ്ഞം അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹം ഞാൻ വളരെ ആദരപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇവിടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.